HR-ൽ നമുക്ക് അടുത്തത് വരുന്നത് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ആണ്. ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലേസ് ഓഫ് ട്രെയിനിങ്, അമ്യൂണിറ്റീസ്, ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് ദ ജനറൽ അറ്റ്മോസ്ഫിയർ സെലക്റ്റഡ് ഫോർ ട്രെയിനിങ്. അതായത് ദ എൻവയോൺമെൻറ്റ് സെലക്റ്റഡ് ഫോർ ട്രെയിനിങ് മസ്റ്റ് ബി കൺഡ്യൂസീവ് ഫോർ ഇഫക്റ്റീവ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായിട്ട് വളരെ സ്മൂത്തായിട്ട് ട്രെയിനിങ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി വെൽ പ്ലാൻഡ് and the details of the program like place of training, duration, timing, number of trainees, objectives of training, അതേപോലെ methods of training, selection of trainer, evaluation of training etc. must be decided in advance and communicated to the participants. അതായത് HR department shall make necessary arrangements for the conduct of training എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ട്രെയിനിങ് എൻവയോൺമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ആർ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ടത് ഫെസിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. ഫെസിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. അതായത് ഒന്ന് എസെൻഷ്യൽ ഫെസിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് വരും, അതായത് വിത്തൗട്ട് വിച്ച് ട്രെയിനിങ് കനോട്ട് പ്രൊസീഡ്. രണ്ടാമത് വരുന്നത് ഓപ്ഷണലാണ്, വിച്ച് മേ ഇംപ്രൂവ് ട്രെയിനിങ് പ്രസൻറ്റേഷൻ. നിർബന്ധമില്ല, പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിങ് പ്രസൻറ്റേഷൻ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എസെൻഷ്യൽ മെറ്റീരിയൽസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രെയിനിങ് മാനുവൽസ്, ട്രെയിനിങ് എയ്ഡ്, മെറ്റീരിയൽസ് ഫോർ ഗ്രൂപ്പ് എക്സസൈസ്, പിന്നെ അതേപോലെ സഫീഷ്യൻറ്റ് മെറ്റീരിയൽസ്, ഫോംസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഫോർ പാർട്ടിസിപ്പേറ്റീവ് യൂസ് ഡ്യൂറിങ് ദി ട്രെയിനിങ് സെഷൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എസെൻഷ്യൽ വരുന്നത്. ഇനി ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? It would be presentation aids such as black or white board and appropriate writing materials, പിന്നെ പോയിൻ്റർ ഇല്ലേ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പോയിൻറ്റേഴ്സ്, ഓർ സ്റ്റാഫ് കംഫർട്ട് ഫെസിലിറ്റീസ് ഫോർ ടീ ആൻഡ് കോഫി. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിലും ട്രെയിനിങ് നടക്കും, പക്ഷേ അത് ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ട്രെയിനിങ് സെഷൻ. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏതൊക്കെയാണ്? എസെൻഷ്യൽ ഫെസിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഓപ്ഷണൽ. ഇനി സെറ്റപ്പ് ഓഫ് ട്രെയിനിങ് വെന്യൂ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് ട്രെയിനിങ് വെന്യൂ എപ്പോഴും ഇറ്റ് ഷുഡ് ബി സെറ്റപ്പ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി സെഷൻ എന്നാണ് പറയുന്നത്. കാരണം ആദ്യം എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കിടന്നങ്ങാണ്ട് ഓടിക്കളിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കൂടുതൽ ട്രെയിനിങ് ഇഫക്റ്റീവ് ആക്കാൻ സഹായിക്കും. ഓക്കെ, ഇനി റൂം അറേഞ്ച്മെൻറ്റ് എങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് വലിയ റൂമിൻ്റെ ആവശ്യമില്ല, അത്ര ചെറുതാവാനും പാടില്ല. റൂം മേ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ട്രെയിനിങ് സെഷൻ. സോ റൂംസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് വിൽ സപ്പോർട്ട് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എമൗണ്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ വി വിൽ ഡിസയർ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയുള്ള റൂമായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുക. സൈസാണ് അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സൈസ് അത്ര ചെറുതും ആവരുത്, ഒരുപാട് വലുതായിട്ടും കാര്യമില്ല. ഈ ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പം ഇഫ് ദ ട്രെയിനിങ് സെഷൻ എൻറ്റൈൽസ് മെനി സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ ഇഫ് ദർ ഇസ് ഇനഫ് സ്പേസ് ഇൻ ദ റൂം. അതായത് ചിലപ്പോൾ കണ്ടിട്ടില്ലേ ചില ട്രെയിനിങ് സെഷനിലൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം അങ്ങനെയുള്ള ട്രെയിനിങ് സെഷൻ ആണെങ്കിൽ. പിന്നെ ആക്സസിബിളാണ് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ റൂം ഈസ് ആക്സസിബിൾ ടു ഓൾ ഇൻക്ലൂഡിങ് ദോസ് ഹു ഹാവ് ലിമിറ്റഡ് മൊബിലിറ്റി. ദെൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതായത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആർക്കും. ഇഫ് പാർട്ടിസിപ്പൻസ് നീഡ് ടു ട്രാവൽ ടു ദ സെഷൻ ദ ലൊക്കേഷൻ ഷുഡ് നോട്ട് പോസ് എ ഹാർഡ്ഷിപ്പ്. ഒരുപാട് നടന്നുള്ളിലേക്ക് എത്തിയപ്പോഴും ആളുകൾ ക്ഷീണമായി പോകും. അപ്പം വെഹിക്കിൾസിൽ വരുന്നവരാണ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യണം. എല്ലാത്തിനുള്ള അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലായിരിക്കണം ട്രെയിനിങ് അതിനുള്ള വെന്യൂ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ കൺവീനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് റെഡിലി ആക്സസിബിൾ റെസ്റ്റ് റൂംസ് വേണം, ടെലിഫോൺ, സ്നാക്സ്, ലഞ്ച് അക്കോമഡേഷൻ ആൻഡ് സോ ഓൺ. ഹെൽപ്പ് എൻഷുർ ദാറ്റ് പാർട്ടിസിപ്പൻസ് റിട്ടേൺ ഓൺ ടൈം ഫോളോയിങ് ബ്രേക്സ് ഓർ ലഞ്ച്. അതായത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ കൊടുക്കുമല്ലോ, ലഞ്ച്, ടീ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം റൂംസും കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ അങ്ങനെയുള്ള റൂം സെലക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ. ദെൻ ഒബ്സ്ട്രക്ഷൻസ്. സെലക്ട് എ റൂം ദാറ്റ് ഈസ് ഫ്രീ ഫ്രം സ്ട്രക്ചേഴ്സ് സച്ച് ആസ് പോസ്റ്റർ പില്ലേഴ്സ് ദാറ്റ് ആർ ഒബ്സ്ട്രക്റ്റ് പാർട്ടിസിപ്പൻസ് വ്യൂ. അതായത് നടുവ് തന്നെ വലിയൊരു പില്ലറൊക്കെ ഉള്ള റൂമാണെങ്കിൽ ആ പില്ലറിൻ്റെ ബാക്കിലിരിക്കുന്ന ആളുകൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതി, അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല റൂമിൽ.
ദെൻ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് അടുത്ത് പറയുന്നത്. സീറ്റ് സെലക്ട് ലൊക്കേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് കംഫർട്ടബിൾ മൂവിങ് ചെയർസ്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരിക്കേണ്ടതാണല്ലോ, അപ്പോൾ അങ്ങനെ മൂവിങ് ചെയർസൊക്കെ ഉള്ള ആളുകൾക്കൊന്ന് ഒന്ന് എന്താ പറയുക, ഒരു കംഫർട്ടിലിരിക്കാൻ പറ്റിയ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇറ്റ് ഷുഡ് ഫർദർ എൻഹാൻസ് ദ ലേണിംഗ് എൻവയോൺമെൻറ്റ് വി വിഷ് ടു എസ്റ്റാബ്ലിഷ് എന്നാണ് പറയുന്നത്. ആൻഡ് ഫേർണിച്ചറൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അതായത് ഡു നോട്ട് അലൗ ടു മച്ച് സ്പേസ് ബിറ്റ്വീൻ ടേബിൾ ഫ്രം വിച്ച് യു വിൽ പ്രസൻറ്റ്. അതായത് ഈ ട്രെയിനറും പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന ഫ്രണ്ട് റോയും തമ്മിൽ അധികം അകലൊന്നും ആവാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് സ്പേസൊക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഫേർണിച്ചേഴ്സൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. പിന്നെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്, ലൈറ്റിംഗ് ഷുഡ് ബി ആഡിക്വേറ്റ്. ഒരുപാട് ലൈറ്റ് ഇട്ട് വെക്കുക വേണ്ട, അതേസമയം ലൈറ്റ് ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പം ആ ഒരു രീതിയിലാവണം. കാരണം ഇപ്പോൾ PPT ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാതിലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഇത് വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വർക്കബിൾ വാൾസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ്ങിൽ ഇന്ന ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ PPTയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വാൾസ് വർക്കബിൾ ആയിരിക്കണം. ഓക്കെ. അതേമാതിരി യൂസ് മാർക്കേഴ്സ് ദാറ്റ് അബ്സല്യൂട്ട്ലി ഡു നോട്ട് ബ്ലീഡ് ത്രൂ സോ ദർ ഇസ് നോ ഡേഞ്ചർ ഓഫ് റൂയിനിങ് വാൾസ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, ഇപ്പം AC റൂമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ചിലപ്പം വൈൽ അഡ്ജസ്റ്റിംഗ് തെർമോസ്റ്റേറ്റ്സ് മേക്ക് ചേഞ്ചസ് 1 degree at a time. അതായത് പെട്ടെന്ന് ഒരുപാട് അങ്ങോട്ട് കൂട്ടുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് തണുപ്പും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം ക്ലൈമറ്റ് കൺട്രോൾ ശ്രദ്ധിക്കുക. അതൊക്കെ ശരിക്കും ട്രെയിനിങ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ, മാറ്റേണ്ടി വരികയാണെങ്കിൽ മെല്ലെ ഓരോ ഡിഗ്രി ആയിട്ട് കൂട്ടിയോ കുറച്ചോ ചെയ്യാം. ഓക്കെ. ദെൻ മൈക്രോഫോൺ, അതായത് ചിലപ്പോൾ വലിയ റൂമായിരിക്കാം. അങ്ങനെയുള്ള റൂമൊക്കെ ആണെങ്കിൽ എന്ത് വേണ്ടി വരും, നമുക്ക് ട്രെയിനർക്ക് ചെറിയൊരു വോയിസ് ആണെങ്കിൽ അതായത് അതിന് മൈക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ചെക്ക് ദ റൂം ടു എൻഷുവർ ഇറ്റ് ഈസ് വയർഡ് ഫോർ എ മൈക്രോഫോൺ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ റൂമാണ് എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തുക. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വരെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് ഗ്രൂപ്പ് ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് ഓർഗനൈസേഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ് ഇൻ ജനറൽ ഹാസ് ഷോൺ ദാറ്റ് when skills training groups have more than 15 or 16 members, the opportunities for skill practice and group interaction during the training session becomes limited. So this should be maximum group size. ഗ്രൂപ്പ് സൈസ് എന്ന് പറയുന്നത് ഒരു ട്രെയിനർക്ക് കൃത്യമായിട്ട് എല്ലാം നടത്തിക്കൊണ്ടുപോകും, എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതാക്കാനുള്ളൊരു ഇതാണല്ലോ, നോളജ് എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. എല്ലാവരെയും കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിരിക്കണം. However, once training groups contain more than 25 to 30 members, achieving any training effectiveness is difficult, particularly if those conducting the session are not professional trainers. Okay. പിന്നെ അതേപോലെ കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ലാർജ് ഗ്രൂപ്പ്സ് ആർ ഇറലവൻറ്റ് ഇഫ് സച്ച് ട്രെയിനിങ് ഇസ് ഇൻഎഫക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടത് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, അല്ല എത്ര ആളുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉള്ളത് നോക്കണം. ദെൻ എൻകറേജിങ് പാർട്ടിസിപ്പേഷൻ, അതായത് എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. കെയർ ഷുഡ് ഓൾസോ ബി ടേക്കൺ ടു എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് വർക്ക് ആൻഡ് എനി സിമുലേഷൻ ബൈ വിമൻ ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓഫ് ദ ട്രെയിനിങ് ഗ്രൂപ്പ് ഹു മേ നോട്ട് നോർമലി ഹാവ് സച്ച് ഓപ്പൺ ഓപ്പർച്യൂണിറ്റി. അതായത് ചിലപ്പം ഒരുമിച്ചുള്ള ട്രെയിനിങ് ആണെങ്കിൽ ലേഡീസ് വിട്ട് നിൽക്കും, അങ്ങനെ അവർക്കൊരു പുറമേക്ക് വരാനുള്ളൊരു മടിയൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എന്താക്കേണ്ടി വരും, സ്മോളർ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ട് എല്ലാവരെയും മുന്നോട്ട് വരുത്തിക്കാം. എൻകറേജ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ. അതേപോലെ യൂസ് ഓഫ് ട്രെയിനിങ് എയ്ഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയുള്ള ട്രെയിനിങ് എയ്ഡ്സ് ആണെന്നാണ് പറയുന്നത്. ദെയർ ആർ എയ്ഡ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് സ്പെസിഫിക് ഇഷ്യൂസ്. ദേ ആർ നോട്ട് ദ സബ്സ്റ്റൻസസ് ഓഫ് ട്രെയിനിങ്. Too heavy a reliance on static training aids can become expensive, limit the opportunity for interactive learning and skills practice that is the basis of acquiring task. അതായത് എയ്ഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി എന്തൊക്കെയാവാം എന്നാണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ് മാനുവൽ, സ്റ്റാഫ് വർക്ക് ബുക്ക്, ഓവർഹെഡ് പ്രൊജക്ഷൻസ്, ദെൻ വീഡിയോ മെറ്റീരിയൽസ്, ഓഡിയോ പ്രസൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് എക്സെട്ര. അങ്ങനെയുള്ള ട്രെയിനിങ് എയ്ഡ്സ് വിൽ
only be usually integrated into training program if facilities for these use are likely to be available in all venues used. അപ്പം ഈ ഒന്നുമില്ലാത്തൊരു കറണ്ട് പവർ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ PPT ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് ചെയ്തോളാം ട്രെയിനിങ് എയ്ഡ്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ. ഓക്കെ, ഇനി ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആണ് അടുത്തത് പറയുന്നത്. ഏരിയാസ് ഓഫ് ട്രെയിനിങ്ങിൽ പറയുന്ന ഇതാണ്: മാനേജ്മെൻറ്റ് ഷുഡ് ഡിസൈഡ് ദ ഏരിയാസ് വേർ ട്രെയിനിങ് ഇസ് ഗിവൺ ടു എംപ്ലോയീസ്. ചിലപ്പോൾ ന്യൂ എൻട്രൻസിനാണ് ഒരു തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും വേണ്ടി. അപ്പോൾ ഏത് ഏരിയ ആണെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ഓക്കെ, അതായത് ചിലപ്പം ഇൻ ഓർഡർ ടു സർവൈവ് ഓർഗനൈസേഷൻ ഷുഡ് അഡ്ജസ്റ്റ് ആൻഡ് അഡോപ്റ്റ് ദംസെൽസ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ന്യൂ പ്രൊഡക്ഷൻ ടെക്നിക്സ്, marketing of goods and services, inventory management, HRM, innovative methods of planning and finances are some of the areas where training is to be imparted. അപ്പം അതേപോലെ training has to be imparted to staff and employees to develop positive attitudes towards their superiors, colleagues, subordinates, the objectives and policies, procedures of the organization. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആവാം ചിലപ്പോൾ ട്രെയിനിങ് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസിന് വേണ്ടിയിട്ടാവാം. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആർ നോട്ട് ഓൺലി കൺസേൺ വിത്ത് ദ സ്ട്രക്ചർ ഓർ ഗാഡ്ജറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ബട്ട് ദീസ് ചേഞ്ചസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ആസ്പെക്റ്റ് ഓഫ് the various people who are working in the organization. അപ്പോൾ എപ്പോഴും the objective of training is to bridge the gap between existing performance ability and desired performance. ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണോ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവർക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം ഫോർ ദിസ് പേർപ്പസ് ട്രെയിനിങ് ഇസ് ഗിവൺ ടു ന്യൂ എൻട്രൻസ് ടു ഹാവ് ദ ബേസിക് നോളജ് ആൻഡ് സ്കിൽ ദ നീഡ് ഫോർ ഇൻ്റലിജൻറ്റ് പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് ടാസ്ക്. ന്യൂ എൻട്രൻസിനാണെങ്കിൽ ആ രീതിയിൽ. പിന്നെ ടു അസിസ്റ്റ് എംപ്ലോയീസ് ടു പെർഫോം ദിയർ ജോബ് എഫിഷ്യൻ്റ്ലി ഇൻ ദിയർ പൊസിഷൻ by exposing the latest concept, information, techniques and developing the skills they need. ചില കേസിൽ ട്രെയിനിങ് കൊടുക്കേണ്ടത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് ആവണം. ചിലപ്പോൾ ടു ഇംപ്രൂവ് ഇൻ്റർപോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്. അപ്പോൾ ഏതാണോ ഏരിയ ഓഫ് ട്രെയിനിങ് അതിനനുസരിച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഏത് ഗ്യാപ്പാണ് ഫില്ല് ചെയ്യേണ്ടത്? എക്സിസ്റ്റിംഗ് പെർഫോമൻസ് എബിലിറ്റിയും ഡിസയേർഡ് പെർഫോമൻസും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ.